അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഇസ്മ അത്ഭുതങ്ങളുടെ കലവറയാണ്. ഈ ഇസ്മിൽ ഇസ്മുൽ അഅ്ളമിന്റെ 2 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി ഗൗനിക്കുക. അത് ഈ ഇസ്മിൽ ആവർത്തിച്ചു വരുന്ന 2 അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പവിത്രതയുണ്ട്. ഈ ഇസ്മിന്, ഈ ഇസ്മ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില അമലുകളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഇസ്മ ഹൃദയത്തിൽ കൈവച്ച് പലതവണ ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ ഒരാൾക്കും പിന്നെ നമ്മെ തകർക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഇബാദത്തുകളിൽ നല്ല ഖുശൂഉം ഭയഭക്തിയൊക്കെ ലഭിക്കാനും കാരണമാകും. ഈ ഇസ്മ കൊണ്ട് ഒരുപാട് അമലുകളുണ്ട്. നമ്മുടെ എതിരാളികൾ, നമ്മുടെ ശത്രുക്കൾ, അവരൊക്കെ നമുക്കെതിരെ പ്രയോഗിക്കുന്ന ചതികളും വഞ്ചനകളും കുതന്ത്രങ്ങളൊക്കെ പാടേ നശിച്ചു പോകാനും അവർക്ക് നമുക്കെതിരിൽ ഒരു വിരലനക്കം പോലും ചലിപ്പിക്കാൻ കഴിയാതിരിക്കാനും കാരണമാകുന്ന ഒരു ഇസ്മാണ് അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഇസ്മുകളാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ സ്വതഖ നൽകി പലരും നൽകാമെന്നേറ്റു. ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ റമളാൻ ഒരു വെളിപ്പാടകലെ നമുക്ക് പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കഴിയുന്നവരൊക്കെ ഒരു 50 പേരുടെയോ 20 പേരുടെയോ 30 പേരുടെയോ 10 പേരുടെയോ ഒക്കെ നോമ്പുതുറ ഏറ്റെടുത്താൽ അത് വലിയ സന്തോഷമാകും. ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമളാനിൽ നാം ചെയ്യുന്ന പുണ്യകരമായ ഒരു കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. അത്തരം സമയങ്ങളും അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്ന് നിങ്ങളെയൊക്കെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയുന്നവരൊക്കെ നൽകണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഇനിയൊരു റമളാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അല്ലെ, കഴിഞ്ഞ റമളാനിൽ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഈ റമളാനിൽ അവരൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ അതിലേക്ക് നൽകുക. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാൽ മതി. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ മക്കളെ തികഞ്ഞ അച്ചടക്കത്തിൽ ആത്മീയാന്തരീക്ഷത്തിൽ നല്ല രൂപത്തിൽ സ്വാലിഹീങ്ങളായ മക്കളായി തിരിച്ചു കിട്ടാൻ തീർച്ചയായും അവർക്ക് മതവിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുണ്ട്. അത്തരം സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ തിരിച്ചു ലഭിക്കുകയുള്ളൂ. പുതിയ കാലത്ത് നമ്മുടെ മക്കൾ വളരുന്ന സാഹചര്യങ്ങളും അവരുടെ സ്വഭാവ രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ബേജാറാണ്. ഇവർ ഭാവിയിൽ നമുക്കെതിരാവോ, ഇവരെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുമോ എന്നുള്ളത്. എന്നാൽ നിങ്ങൾ ദീന് പഠിച്ച മക്കള്, അവര് ദീൻ മാത്രമല്ല പഠിക്കുന്നത്, ദീൻ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ അതിനോടുകൂടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ മേഖലകളിൽ എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ പഠിച്ച മക്കളാണെങ്കിൽ ഇരട്ടി മധുരം എന്നതുപോലെ അവർക്ക് 2 വിദ്യാഭ്യാസവും കിട്ടി, നമ്മളേക്ക് അനുസരിക്കുന്ന മക്കളുമായി. നേരെ മറിച്ച് അവർക്ക് ഇത്തരം വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിലോ അവർ നാളെ നമ്മൾ പറഞ്ഞത്, നമ്മൾ എന്താണോ അവരോട് പറയുന്നത് ഒന്നും അവർ കേൾക്കൂല, അവരനുസരിക്കൂല. അതിനവർക്ക് സമയമില്ല. അവരുടേതായ ലോകത്താണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ നിർബന്ധമായ ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നമ്മുടെ ദർസിൽ അവരെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മ എന്ന് പറയുന്നത് അൽ മുമീത്ത് എന്ന് പറയുന്ന ഇസ്മാണ്. നമുക്കൊക്കെ അറിയാം, അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ്. ഈ ഇസ്മിനെ കുറിച്ചാണ്. ഇസ്മുൽ അഅ്ളമിലെ 2 അക്ഷരങ്ങൾ ഈ ഇസ്മിലുണ്ട്. അത് ആവർത്തിച്ചു വരുന്ന 2 അക്ഷരമാണ്. ഈ ആവർത്തനം ഗൗരവമായി എടുത്ത് ഇത് ചൊല്ലിയാൽ അതിന് വലിയ ഫലം ഉണ്ട് എന്ന് സ്വാലിഹീങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചത്. അൽ മുമീത്ത് എന്ന് പറയുന്ന ഇസ്മിന്റെ അർത്ഥം തന്നെ എന്താണ്? അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണത്. ഈ ഇസ്മ അതിന്റെ അർത്ഥം വരുന്നത് മരിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ ജീവൻ നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ജീവൻ തിരിച്ചെടുക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമായി അവൻ മാത്രമേ ഉള്ളൂ. അല്ലാഹു പറയുന്നത് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഒരാളുമില്ല, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവൻ മാത്രമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ
നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ, ആഡംബരത്തോടുകൂടെ ജീവിക്കുമ്പോൾ, സുഖസൗകര്യങ്ങളോടുകൂടെ ജീവിക്കുമ്പോൾ നമുക്ക് മരണപ്പെടാനുള്ള ബോധ്യം, നമ്മൾ മരണപ്പെടാനുള്ളവരാണ് എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മും നമ്മളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഇസ്മ ഇപ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്കെപ്പോഴും മരണത്തിനെ കുറിച്ചുള്ളൊരു ബോധമുണ്ടായിരിക്കണം. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ വിട പറയേണ്ടവരാണ്. ഞാനിതാ ഇപ്പോൾ ഈ നിമിഷം തന്നെ അള്ളാഹു വിളിച്ചാൽ പോകേണ്ടവളാണ് എന്ന ബോധമുണ്ടായിരിക്കണം. ആ ബോധമുണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതായത് ആ ബോധമുണ്ടായിരിക്കുമ്പോൾ നമ്മളൊന്നും ഡിലേ ആക്കൂല. ഇപ്പൊ നോക്കൂ, ളുഹർ വാങ്ക് കൊടുത്തെന്ന് സങ്കല്പിക്കാം. എന്നാൽ ളുഹർ വാങ്ക് കൊടുത്ത ഉടനെ തന്നെ എനിക്കിപ്പോൾ പോകാനുള്ളതാണ് അള്ളാഹ് വിളിച്ചാൽ. അതുകൊണ്ട് ഈ സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഞാൻ നിസ്കരിക്കുന്നതിന് മുമ്പാണ് അള്ളാഹുവിലേക്ക് പോയതെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ മേൽ അതൊരു ബാധ്യതയായി മാറും. അതുകൊണ്ട് വേഗം നിസ്കരിക്കാം. ഇങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്ന ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും കൂടി വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം നൽകുന്നത്, എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഈ ഇസ്മ ദിനം പ്രതി പ്രകീർത്തിച്ചു കൊണ്ടിരുന്നാൽ അവന് ഉടൻ ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ്. നമുക്കെതിരെ പലപ്പോഴും പ്രവർത്തിക്കുന്ന അക്രമികളുണ്ടാകും. നമുക്കെതിരെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സ്ഥാപനങ്ങൾക്കെതിരെ, നമ്മുടെ ബിസിനസ്സുകൾക്കെതിരെ നമ്മെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ, അത്തരം ആളുകൾക്കൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളവർക്കെതിരെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മ ചൊല്ലിയാൽ മതി. ഈ ഇസ്മ കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ഖൈറിന്റെ ഒരു വഴി റബ്ബ് സുബ്ഹാനഹു വ തആല തുറന്നു തരും എന്നുള്ളതാണ്. ഇത് നമ്മളെ എപ്പോഴാണത് ചൊല്ലുന്നത്, എന്തു നിയ്യത്തോടു കൂടിയാണോ ചെയ്യുന്നത്? തീ വേഗത്തിൽ ഇതുകൊണ്ട് വെടിയുണ്ടേറ്റതുപോലെ വളരെ പെട്ടെന്ന് പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പ്രഹരമേൽക്കുന്ന റിസൾട്ട് ലഭിക്കുന്ന വളരെ സവിശേഷമേറിയ ഒരു ഇസ്മാണ്. പക്ഷെ ഇത് നീതിയും ന്യായവും ഒക്കെ കൂടാതെ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അതൊക്കെ ഒരു ദുശ്ചിന്തകളിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ചിലപ്പോൾ അത് ഒരുപക്ഷെ നമുക്ക് തന്നെ തിരിച്ചടിക്കാനും അത് കുരുടന്റെ വടി പോലെയായിരിക്കും, ഫലിക്കുകയില്ല. അതുകൊണ്ട് തിരിച്ചടിക്കാനൊക്കെ കാരണമാകുന്ന ചില സന്ദർഭങ്ങൾ ഒക്കെ അത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടും അന്യായമായിട്ടും അനീതിയായിട്ടും ഇതൊന്നും ഉപയോഗിക്കാനും പാടില്ല. എതിരാളികൾ പരാജയപ്പെടാൻ നമുക്കെതിരെ കോടതികളിൽ വാദിച്ചു കൊണ്ടിരിക്കുന്നു, നമുക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരം എതിരാളികൾ പരാജയപ്പെടാൻ ഇത് 70 തവണ ഉരുവിടൽ ഫലപ്രദമാണെന്ന് ചില മഹത്തുക്കളൊക്കെ പറയുന്നുണ്ട്. ഒരാൾ ഈ നാമം ഇങ്ങനെ പതിവാക്കിക്കൊണ്ടിരിക്കുക, സ്ഥിരമായി ഇങ്ങനെ പതിവാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രത്യേകമായ ഒരു അവസ്ഥ സംജാതമാകുമെന്നുള്ളതാണ്. ആ അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ പിന്നെ അയാളെ നശിപ്പിക്കാൻ ആർക്കും കഴിയൂല. അത്രമേൽ ഒരു സ്പിരിച്വലി സ്ട്രോങ് ആവാൻ കാരണമാകുന്ന ഒരു ഇസ്മ കൂടെയാണ് അൽ മുമീത്ത് എന്ന് പറയുന്ന ഈ ഇസ്മ. ഹൃദയത്തിൽ കൈവച്ച് ഈ ഇസ്മ പലതവണ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ഇബാദത്തുകളിൽ നല്ല ഖുശൂഉം ഭയഭക്തിയും ലഭിക്കാൻ അത് കാരണമാകുന്നതാണ്. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഈ ഇസ്മിനെ വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആ ഇസ്മ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവൻ്റെ ശരീരം അവൻ്റെ അധീനതയിൽ വരും. പിന്നെ അത്തരം മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിലും അരാജകത്വത്തിലും ഏർപ്പെടാനുള്ള ചിന്തകളും മനസ്സൊന്നും അവനുണ്ടായിരിക്കില്ല. ഇങ്ങനെ തുടങ്ങി ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഈ ഇസ്മിൻ്റെ അദദ് എന്ന് പറയുന്നത് നമുക്കറിയാം, മീമിൻ്റെ അദദ് 40 ആണ്. അപ്പം മുമീത്ത് എന്ന് പറയുമ്പോൾ 2 മീമുണ്ട്, അപ്പം 40 ആയി. പിന്നെ യാ 10 പിന്നെ 400 അങ്ങനെ നോക്കുമ്പോൾ 490 ഇതിൻ്റെ അദദ് എന്ന് പറയുന്നത്. അപ്പോൾ 490 തവണ ഇതിൻ്റെ അദദ് അനുസരിച്ച് ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർക്ക് 490 തവണ ചൊല്ലാവുന്നതാണ്. ഇങ്ങനെ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുണ്ട്.
അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുക, അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. അതുകൊണ്ട് ചെയ്യാവുന്ന അമലുകളൊക്കെ ചെയ്യുക. അതിനൊക്കെ വലിയ റിസൾട്ടും ഫലവും ഒക്കെ ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതങ്ങളുടെ കലവറയായ അസ്മാഉൽ ഹുസ്ന നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ 5 വഖ്ത് ഫർദ് നിസ്കാരങ്ങൾ ഒരു കാരണവശാലും ഖളാ ആക്കരുത്. ഒരാളുടെയും ഗീബത്ത് പറയരുത്, ഒരാളുടെയും നമീമത്ത് പറയരുത്. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരാളോടും ദേഷ്യമുണ്ടാകരുത്, ഒരാളോടും വൈരാഗ്യമുണ്ടാവരുത്, ഒരാളോടും കുശുമ്പുണ്ടാകരുത്. അത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു ക്വാളിറ്റിയും കൂടെയാണ്. അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് കാണാതെ പഠിക്കണം, ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. ഡെയിലി ഒരു തവണയെങ്കിലും ചൊല്ലണം. ഒരു തവണ ചൊല്ലുന്നവർ 2 തവണ, 2 തവണ ചൊല്ലുന്നവർ 3 തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി പരിശ്രമിച്ച് അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളായി പറഞ്ഞതാണ്. അതിനൊക്കെ ഓരോ ഇസ്മുകൾക്കും അതിൻ്റെതായ മഹത്വങ്ങളും അതിൻ്റെതായ ഉപയോഗങ്ങളും പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയ പ്രയോഗങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന അസ്മാഉൽ ഹുസ്ന ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. നമ്മുടെ മജ്ലിസിൽ രാവിലെയും വൈകുന്നേരമൊക്കെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്. നമ്മൾ പ്രത്യേകം നിയ്യത്ത് വെച്ചിട്ടാണ് ഓതുന്നത്. അതുകൊണ്ട് തന്നെ ആ നിയ്യത്തുകളൊക്കെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യുമ്പോൾ പൂർത്തീകരിക്കാൻ കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.